വർഷം മുന്നേ ഉള്ള എന്താണോ അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്. അന്നും മാറ്റമില്ല, ഇന്നും മാറ്റമില്ല. അതിന് ആരും ഒരു പൊളിറ്റിക്സോടെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഭജന പാടാൻ വന്നവരാണ്. അതെ, ഞങ്ങളുടെ എന്റെ മനസ്സ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ശശികല ടീച്ചർ നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറയുന്ന ആ ടീമിനെ ഭീഷണിപ്പെടുത്തിയൊരു വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചേ. അതിനുശേഷം അതിൽ ഭീകരമായിട്ടുള്ള ചില ഫോൺ വിളികളും ചില മെസ്സേജുകളൊക്കെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പുച്ഛത്തോട് കൂടിയിട്ട് അങ്ങോട്ട് വിട്ടുകളയുന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നീ അങ്ങ് എന്നെപ്പോൾ ഞാൻ രസകരമായ കാര്യം വെച്ചപ്പോൾ ഞാൻ പോയിപ്പോൾ എന്നെ ഏകദേശം സുഡാപ്പിക്കാക്കി മാറ്റിയിട്ടുണ്ട് പല ആൾക്കാരും. എന്തായാലും സുഡാപ്പിയെങ്കിൽ സുഡാപ്പി, നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ആ നന്ദഗോവിന്ദ ഭജൻസിനെ ഭീഷണിപ്പെടുത്ത ആ ഒരു പരിപാടിയില്ലേ, അതിലൊരു ചെറിയ വ്യത്യാസം, ഒരു ചെറിയ രീതിയിലുള്ള ഒരു തിരുത്ത് നമ്മുടെ ശശികല ടീച്ചർ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. സംഗതി പറഞ്ഞിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഭീഷണിയായിരുന്നു കേട്ടോ. ഇനിയുള്ള അമ്പലത്തിലൊന്നും ഇവന്മാരെ പാടാൻ പോലും വിളിക്കരുത് എന്ന തരത്തിലുള്ള ഭീഷണിക്കായിരുന്നു അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഭീഷണികളും എഴുത്തുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ കാണാനുണ്ട്. നോക്കൂ, ഒരു കാലഘട്ടം വരെ നമ്മുടെ RSSകാരെ BJPക്കാരെ ഇഷ്ടമായിരുന്നു ഈ നന്ദഗോവിന്ദ ഭജൻസ്. കാരണം അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ടീം, ഇതിന്റെ ഭാഗമായിട്ട് കുറെ ഭക്തന്മാരെ കിട്ടും, ഇതിന്റെ ഭാഗമായിട്ട് അമ്പലമൊക്കെ പരിപോഷിപ്പിക്കാൻ പറ്റും, അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വളരാൻ പറ്റും എന്നൊക്കെ ആയിരുന്നു സംഘപരിവാരൊക്കെ വിചാരിച്ചിരുന്നത്. പെട്ടെന്നാണ് ഇവരൊക്കെ അങ്ങോട്ട് മറിഞ്ഞു നിന്നത്. എന്തൊരു ഭീകരമായിട്ടാണ് ഇവർ മറിഞ്ഞെന്നാലോചിച്ച്, എന്തൊരു രസമെന്നാലോചിച്ചൊക്കെ. എത്ര പെട്ടെന്നാണ് ഇവര് RSSനൊക്കെ ഒട്ടും ചേരാത്ത ഒരാൾക്കാരായിട്ട് മാറിയത്. ഒരു പള്ളിയത്തെ പാട്ട് പാടിയനെ, ഒരു ക്രിസ്ത്യൻ പള്ളിയത്തെ പാട്ട് പാടിയതിന്, ഒരു ക്രിസ്തുമത വിശ്വാസപരമായിട്ടുള്ളൊരു പാട്ട് പാടിയതിനാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. എന്തായാലും ശശികലയുടെ അപ്ഡേറ്റ് ഇങ്ങനെയാണ്: നമ്മുടെ മക്കൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ശരികേടുണ്ടെങ്കിൽ നമ്മൾ അത് തുറന്നു പറയും, തിരുത്താൻ ശ്രമിക്കും. അത് അവരെ തളർത്താനല്ല, തകർക്കാനല്ല, അവരെ ശരികളായി മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയാണ്. പാപികളെ എന്ന അഭിസംബോധനയോടെ അമ്പലപ്പറമ്പിൽ സുവിശേഷം പറയുന്ന ആളുകളുണ്ടായിരുന്നു. ആ പാപികൾ സംഖ്യകൾ മാത്രമായിരുന്നില്ല, എല്ലാ ഹിന്ദുക്കളും അതിൽ പെട്ടിരുന്നു. അവർ നരകം വിധിച്ചിരുന്നതും എല്ലാ ഹിന്ദുക്കൾക്കും കൂടിയായിരുന്നു. ആയിക്കോട്ടെന്ന് ഭഗവാന് കാലുമാറുന്നു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ വിശ്വാസിയുടെ പോക്കറ്റ് കാലിയാക്കാനായിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എഴുതി ഇവര് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കേട്ട പാട്ടുകളൊക്കെ മനോഹരമാണ്, കേൾക്കാൻ പോകുന്ന പാട്ടുകൾ അതിനേക്കാൾ മനോഹരമാവട്ടെ. നമ്മുടെ മക്കളല്ലേ, നമ്മുടെ വികാരം മനസ്സിലാക്കി ശരികേടിൽ ശരിയാക്കി നമ്മുടെ പിന്തുണയെ തന്നെ അവർ ഉയരങ്ങൾ താഴ്ന്നിട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളെ അവരിപ്പോൾ ആക്രമിക്കേണ്ട, നമ്മുടെ മക്കളല്ലേ, ഈ ശരികേടിലൊക്കെ ശരിയായിക്കലും അവർ അബദ്ധത്തിലൊരു പാട്ട് പാടിപ്പോയതാണ്, ഇനിയുള്ള അമ്പലത്തിലൊന്നും ഇവര് ഇങ്ങനത്തെ പാട്ട് പാടില്ല എന്നതാണ്. ഇനി നിങ്ങളോട് ഞാൻ കാണിച്ചിരുന്നത് ഇവർ ആ പാട്ട് സമയത്തുണ്ടായ അവിടെയുള്ള ആളുകളുടെ, എന്തായാലും ശരി ഇതൊരു അമ്പലപ്പറമ്പിലാണ് അല്ല എന്നൊക്കെ പലതും പറയുന്നുണ്ട്. ഇവർ തന്നെ ഇതിനെ പറ്റിയിട്ട് എഴുതി വെച്ചത് ഇതിനിടയ്ക്ക് ഉണ്ട് കേട്ടോ. അതും കൂടി വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ചു തരാം. സംഗതി ഇങ്ങനെയാണ്: ഞങ്ങളുടെ അടുത്തിടെ നടന്ന ഭജനുമായി ബന്ധപ്പെട്ട ഒരു നിമിഷത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. പൂർണ്ണമായ വ്യക്തതയോടും ആദരവോടും കൂടി ഇതിനെക്കുറിച്ച് ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടി ഒരു ക്ഷേത്ര പുനർനിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. വിവിധ രീതികളിൽ നിരവധി ആളുകൾ പിന്തുണച്ച ഒരു സംരംഭം. അതിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. പൂർണ്ണമായും ഭക്തിഭാവത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിച്ചത്, യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ. പരിപാടിയുടെ ഭാഗമായി ഇനിയെങ്കിലും പൈസ വാങ്ങിച്ചോളാം കേട്ടോ, അമ്മമാരൊക്കെ നല്ല മുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പരിപാടിയുടെ ഭാഗമായി സംഘാടകരുടെയും പ്രേക്ഷകരുടെയും അനുമതിയോടെ ഈ സംരംഭത്തിന് പിന്തുണ നൽകിയവർക്ക് ചെറിയ നന്ദി രേഖപ്പെടുത്തലായിട്ടാണ് ഞങ്ങൾ ഒരു ഗാനം ആലപിച്ചത്. ആരുടെയും വിശ്വാസങ്ങളെയോ വികാരങ്ങളെയോ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇതാരെങ്കിലും അസ്വസ്ഥമാക്കിയിട്ടെങ്കിൽ ആ വികാരം ഞങ്ങൾ ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു. അസ്വസ്ഥമാവുന്നുണ്ടെങ്കിൽ അസ്വസ്ഥമാവുന്നവർ അങ്ങനെ അസ്വസ്ഥമായി തന്നെ മുന്നോട്ട് പോയിക്കൊള്ളൂ, അതുകൂടി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ ഇനി ഇങ്ങനത്തെ പാട്ടൊക്കെ തന്നെ പാടാൻ പോകുന്നുള്ളൂ എന്ന്. നന്ദഗോവിന്ദം എപ്പോഴും ഭക്തി, ഐക്യം, ഇവർ വിട്ടിട്ടില്ല കേട്ടാ. നന്ദഗോവിന്ദം എപ്പോഴും ഭക്തി, ഐക്യം, സംഗീതത്തിലൂടെ ആളുകൾ ഒന്നാകുന്ന ആത്മാവ് എന്നിവയ്ക്കായി നിലകൊണ്ടതാണ്. അത് മാറിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ഇത്തരം പരിപാടികളിൽ ഞങ്ങൾക്ക് വെച്ചാൽ മുസ്ലിം പാട്ട് പാടാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളത് പാടും. ഞങ്ങൾ ക്രിസ്ത്യൻ പാട്ട് പാടാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളത് പാടും. അത് ആളുകളോട് അനുവാദം ചോദിച്ചു തന്നെ പാടും എന്നുള്ളതാണ്. ഇനി ഇവർ അനുവാദം ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചോദിച്ചിരുന്നുണ്ട്, കേട്ടോക്കോ. തൊട്ടടുത്താണ്
നമ്മുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി വളരെ ക്ലോസ് ആണ്, കാണുമ്പോഴത്തേ അവര് പറഞ്ഞു എന്ത് പ്രോഗ്രാം ഇവിടെ വേണമെന്ന് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണിയാണ്. നോക്കൂ, ആ പള്ളിയിലത്തെ ആൾക്കാർ തന്നെ ഇവരോട് പറഞ്ഞ എന്തെങ്കിലും പ്രോഗ്രാം സ്ഥലം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്തോളൂട്ടാ, പള്ളി മുറ്റെടുത്തോളൂ എന്ന് പറയുന്ന ക്രിസ്ത്യൻസ് ആണ് അപ്പുറത്തുള്ളത്. നോക്കൂ, ക്രിസ്ത്യൻസിന് പ്രശ്നമില്ല, അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല, ആ അമ്പല കമ്മിറ്റിക്കാർക്ക് പ്രശ്നമില്ല. അമ്പല കമ്മിറ്റിക്കാർ ഇപ്പോൾ ഒരു സംഗതി എഴുതിയിട്ടുണ്ട്, അവർക്കിതൊരു പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ്. അമ്പല കമ്മിറ്റിക്കാർക്ക് പ്രശ്നമില്ല, പക്ഷേ ശശികല ടീച്ചർമാർക്ക് പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തിൽ എത്ര വൃത്തിയായിട്ട് ഇവർ വിഷം കലക്കിക്കൊണ്ടിരിക്കുന്ന ആലോചിക്ക്. ഇവരെ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുസ്ലിമിന് ഹിന്ദു പാട്ട് പാടാൻ പറ്റില്ല. ഒരു അമ്പലപ്പറമ്പിൽ ഭക്തിഗാനങ്ങൾ മാത്രമേ ഇനി പാടുള്ളൂ. അമ്പലപ്പറമ്പിൽ സിനിമാ പാട്ട് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സോക്കോള് ഹിന്ദുക്കൾ കൂടിയിട്ട് പിടയ്ക്കാൻ സാധ്യതയുണ്ട്. ഇനി അമ്പലപ്പറമ്പിൽ തന്നെ ഈ ഗാനമേള ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ചോയുള്ള വല്ല പാട്ടും വന്നു കഴിഞ്ഞാൽ അപ്പം അടി കിട്ടും. ഇനി ക്രിസ്ത്യൻസ് ആരും ഹിന്ദുക്കളുടെ പാട്ട് പാടാൻ പാടില്ല. ഇങ്ങനെ കുടുങ്ങി പോവുകയാണെങ്കിൽ അസലായിട്ട് കുടുങ്ങി പോകുന്ന മിക്കവാറും ഭഗവാൻ അയ്യപ്പനായിരിക്കും. കാരണം ഭഗവാൻ അയ്യപ്പൻ ഒരു ക്രിസ്ത്യൻ യേശു ദേവൻ എന്നൊക്കെ പറയാൻ പലരും അങ്ങനെയൊക്കെ കരുതുന്ന നമ്മുടെ യേശുദാസ് പാടിയ ഒരു പാട്ട് കൊണ്ടാണ് അവിടുത്തെ ദേവൻ ഉറങ്ങുന്നത്, അയ്യപ്പൻ ഉറങ്ങുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവരെ തീരെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ പിൻവലിക്കേണ്ടല്ലേ? അപ്പോൾ ചിലപ്പോൾ ഒരു പൊതുപരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ ജാതിയുടെയും മതസ്ഥരൊക്കെ പാട്ട് ചോദിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട് ദേശവിളക്ക്. ഇപ്പൊ ദേശവിളക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പൊ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിലെ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് വചന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ ഒക്കെ സിസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന് അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാലല്ലേ? കണ്ടില്ലേ, അത് പാടാലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരാൾ പോലും വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല കയ്യടിച്ചു. ആ കയ്യടിച്ചവരാണ് നമ്മൾ മലയാളികൾ. അവര് എന്തു വന്നാലും ശശികല ടീച്ചർമാർ ആഗ്രഹിക്കുന്ന ഹിന്ദുക്കളല്ല. ഒരു പക്ഷേ കയ്യടിച്ചവർ ഹിന്ദുക്കളുണ്ട്, 100% ഉണ്ട്. ഒരു തരത്തിലും ആ ഒരു പാവ മനുഷ്യരുടെ തലയിലേക്കൊന്നും വിഷം കയറിയിട്ടില്ല. പക്ഷേ ഇവന്മാരത് കയറ്റും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ശശികല ടീച്ചർമാർ നടത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇനി വേണമെങ്കിൽ ഞാൻ സനൂപ് താവോ, ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളാണ്. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഒരു പ്രശ്നം തോന്നിയില്ല എന്ന് മാത്രമല്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. ഞാൻ അതുകൊണ്ട് ആ പാട്ടൊന്ന് ആസ്വദിക്കട്ടെ കേട്ടോ. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകനടക്കം കേൾക്കാതിരിക്കുന്നുണ്ട്. ക്രിസ്ത്യനല്ലേ? ഒരു കുറിയിട്ടൊരു അമ്മയാണോ കൈയടിക്കുന്നത്? നമ്മുടെ യേശുദാസ് ആലപിച്ചൊരു പാട്ടാണത്. ഈ ഒരു ഗാനം അതാണ് ഇവരിപ്പോ എടുത്ത് ആലപിച്ചിരിക്കുന്നത്. ഇനി ഇവരോട് തന്നെ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവരൊരു ഉത്തരം കൂടി നമുക്കൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ഭജൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു ഭയങ്കര മോശമായിട്ട് വന്ന ഒരു പോസ്റ്റാണ്. പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവരോട് പറയാനുള്ളത്, ഞങ്ങള് ഭജന പാടി ഇത്ര നാളാണ്, 25 വർഷം മുന്നേ ഉള്ള എന്താണോ അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്. അന്നും മാറ്റമില്ല, ഇന്നും മാറ്റമില്ല. അതിന് ആരും ഒരു പൊളിറ്റിക്സോടെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങള് ഭജന പാടാൻ വന്നവരാണ്. അതെ, ഞങ്ങളുടെ ഇഷ്ടം. അതിപ്പം ഭജന പാടുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പൊളിറ്റിക്സ് ഇല്ലാതെ മിക്സ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയത്തില്ലാത്ത.
ആൾക്കാർ വരുന്നതാണോ? ഇത് ഇവർ മുമ്പ് ഒരു പ്രോഗ്രാമായിരുന്നു. എന്തിനാണ് ഇതിൽ രാഷ്ട്രീയമൊക്കെ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഒക്കെ ഇതിലേക്ക് എന്തിനാണ് കുത്തിത്തിരുക്കി വെക്കുന്നതെന്നാണ് ഇവർ വളരെ വൃത്തിയായിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊക്കെ ഇതിൽ രസകരമായിട്ട് മനസ്സിലാക്കേണ്ടത് അമ്പല കമ്മിറ്റിക്കാർക്ക് വല്ല പ്രശ്നവും ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ. അത് നമുക്കറിയണ്ടേ. അമ്പല കമ്മിറ്റിക്ക് വല്ല പ്രശ്നം ഉണ്ടോ നമുക്കറിയാം. ഇത് നടന്നത് വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നട്ടാശ്ശേരിയിലാണ്. വിഷയം നന്ദഗോവിന്ദൻ ഭജൻസ് 2026 ഏപ്രിൽ 14 പ്രോഗ്രാമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞിട്ട് വേമ്പിക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ അവർ കൃത്യമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം നടന്ന ക്ഷേത്രം മതിൽ കെട്ടിന് ഉള്ളിലല്ല, അതില്ലാതിരുന്നുകൊണ്ട് വെളിയിൽ ഒരു സ്ഥലം അതിനു വേണ്ടി ഒരുക്കി. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് വെളിയിലാണ് ഇത് നടത്തിയത്. എല്ലാ വിഭാഗം ജനങ്ങളും അതിലുണ്ടായിരുന്നു. ഒരു മതം എന്നൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയത്. അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യനുണ്ട്. നന്ദഗോവിന്ദന്റെ സ്വന്തം തട്ടകം. അവർ വളർന്നത് ഇവിടെ നിന്നാണ്. ഇതിലെ നവീൻ എന്ന് പറയുന്ന ഇവൻ LKG മുതൽ പഠിച്ചത് ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്. അടിപൊളി. പഠിപ്പിച്ചത് എല്ലാ വിഭാഗത്തിലുള്ള ടീച്ചർമാരുണ്ട്. അതിനാൽ തന്നെ പ്രോഗ്രാം കേൾക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പോലെ എല്ലാ ആൾക്കാരും, അമ്പലത്തിന് വേണ്ടി സഹായിക്കുന്ന എല്ലാ ആൾക്കാരും ഫ്രീ പാസോട് കൂടിയിട്ടാണ് പ്രോഗ്രാം നടത്തിയത്. മനസ്സിലെ ജാതി ഭേദമന്യേ പാസുകൾ എല്ലാ വീട്ടിലും എത്തിച്ചു. ഹിന്ദുക്കളെ വീട്ടിൽ മാത്രമല്ല ഇവരെ പാസ് എത്തിച്ചത് കേട്ടാ, എല്ലാ വീട്ടിലും എത്തിച്ചു. എല്ലാവരും വരികയും പ്രോഗ്രാം കേൾക്കുകയും ചെയ്തു. ഈ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ മതസ്ഥരും സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ ദേശവിളക്കിന് ക്രിസ്ത്യാനികളും തിരിതെളിക്കാറുണ്ട്. താലപ്പൊലി കടന്നു പോകുമ്പോൾ ഈ വഴിയിൽ തിരിതെളിയിക്കുന്നതും എല്ലാ വർഷവും അവരൊക്കെ തന്നെയാണ്. അത് ഇവിടുത്തെ സമ്പ്രദായമാണ്, ഇവിടുത്തെ ഒരു ഏകതയാണ്. അങ്ങനെയുള്ളൊരു പ്രോഗ്രാം ഇവിടെ നടന്നപ്പോൾ അവർ സഹപാഠികളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് പാടുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു തെറ്റും കണ്ടിട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ അമ്പല കൺവീനറാണ്, അമ്പല കമ്മിറ്റിയാണ്. അടിപൊളി 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 എന്ന് തന്നെ പറയണം. 100%. ചെറുതായിട്ടൊക്കെ ഒരു രോമാഞ്ചം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം അമ്പല കമ്മിറ്റിക്കാര് പച്ച മലയാളത്തിൽ നമ്മുടെ ആ ഒരു ടീച്ചർ എന്ന് പറയുന്ന ആ ശശികലയുടെ വർത്തമാനത്തെ, ആ ഒരു വിഷത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ നാട്ടിലത്തെ വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടേണ്ട, നിങ്ങളല്ല വിശ്വാസത്തിൻ്റെ അവസാന വാക്ക് എന്ന് അവിടെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള അമ്പല കമ്മിറ്റിക്കാർ എഴുതി വച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അവർ എഴുതി വച്ചിരിക്കുന്നു. അവർക്ക് നമ്മൾ അഭിനന്ദനം നേർന്നേ ഒക്കൂ എന്നുള്ളതാണ്. സന്തോഷം അധികമായതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് ആ ഒരു അമ്പല കമ്മിറ്റിക്കാരാണ്. ശശികല പോലെയുള്ള വിഷങ്ങളെ ആ ഒരു പ്രദേശത്തേക്ക് കയറ്റില്ല. അത്തരത്തിലുള്ള വിഷങ്ങൾ ഞങ്ങളുടെ നാട്ടിലത്തെ വിശ്വാസ കാര്യങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ ഇടപെടാൻ നിങ്ങൾക്ക് അതിന് ഒരു അധികാരവും ഇല്ല എന്ന് തന്നെയാണ് ആ അമ്പല കമ്മിറ്റിക്കാർ ഉറച്ചു പറയുന്നത്. ബൈ.